കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi dear learners, welcome to IGNO Focus 5.0, IGNO Previous Year Question Papers Ultimate Analysis. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് IGNO Previous Year Question Papers Ultimate Analysisൽ നോക്കുന്നത് MEG02, ദറ്റ് ഈസ് ബ്രിട്ടീഷ് ഡ്രാമ, MA ഇംഗ്ലീഷിൻ്റെ പേപ്പർ ആയിട്ടുള്ള ബ്രിട്ടീഷ് ഡ്രാമയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, സോ ആദ്യമേ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ ഡിസംബർ 2025 ടേം ആൻഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റിവിഷൻ പ്ലാനിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനും ഫോക്കസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് IGNO ഫോക്കസ് 5.0 ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിസിൽ ഹൈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, യൂണിറ്റ്സ്, ബ്ലോക്സ്, അതുപോലെ തന്നെ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ഒരു പ്രസൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആദ്യമേ സിലബസ് മാപ്പിംഗ് ഉണ്ട്, ബ്ലോക്ക് വൈസ് ടോപ്പിക് റെലവൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ നോക്കുന്നുണ്ട്. ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഓഫ് എക്സാംസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ പാറ്റേൺ അനലൈസ് ചെയ്യുന്നുണ്ട്, അതിൽ എത്ര വേർഡ്സ് വേണം, അതുപോലെ തന്നെ എത്ര മാർക്സിനാണ്, എങ്ങനെ എഴുതണം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഇസ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ടോപ്പിക് പ്രൊബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ, അതായത് നമുക്ക് ഈ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വാല്യുവേറ്റ് ചെയ്തതിൻ്റെ ബേസിസിൽ, അനലൈസ് ചെയ്തതിൻ്റെ ബേസിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രഡിക്ഷൻ നമ്മൾ നടത്തുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് മോക്ക് പ്രഡിക്റ്റീവ് പേപ്പർ. അവസാനമായിട്ട് ഈ ഒരു പ്രസൻറ്റേഷനിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള IGNO ഡിസംബർ 2025 ടേം ആൻഡ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഏറ്റവും ഒടുവിലായിട്ട് മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും, അത് നമ്മളുടെ ലേൺവൈസ് ആപ്പിലാണ് ഉണ്ടാവുക. ഈ ഒരു പ്രസൻറ്റേഷനിൽ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഈ ഒരു പ്രസൻറ്റേഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കും. ലേൺവൈസ് ആപ്പിൽ ഇതിൻ്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നമുക്ക് സിലബസ് മാപ്പിംഗ് നോക്കാം. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് നമുക്ക് ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ് നോക്കാം. അതിൽ തന്നെ ഹൈ റെലവൻസ് എന്ന് പറയുന്നത് 10 കൂടുതൽ തവണയോ ചോദ്യപേപ്പറുകളിൽ ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഹൈ റെലവൻസ് കൊടുത്തിരിക്കുന്നത്. മീഡിയം റെലവൻസ് മീൻസ് 5 to 9 ടൈംസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനും, അതുപോലെ തന്നെ ലോ റെലവൻസ് എന്ന് പറയുന്നത് ബിലോ 5 ടൈംസ് ചോദ്യപേപ്പറിൽ വന്നിരിക്കുന്ന ടോപ്പിക്സിനുമാണ്. സോ ഇവിടെ നമുക്ക് ബ്ലോക്ക് വൈസ് നമുക്ക് ടോപ്പിക്ക് കാണാം, എത്ര തവണ അത് ആവർത്തിച്ചിട്ടുണ്ട് അപ്പിയറൻസസിൽ കാണാം, ആൻഡ് ദെൻ അതിൻ്റെ ബേസിൽ നമ്മൾ അതിനെ ഏതാണ് റെലവൻസ്, മീഡിയം ആണോ, ഹൈ ആണോ, ലോ ആണോ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ബ്ലോക്ക് 1 ഡോക്ടർ ഫോസ്റ്റസ്, യൂണിറ്റ് 4 ക്രിസ്ത്യൻ മൊറാലിറ്റി or faith conflict, appearances 5 times, medium relevance. Block 1 Dr. Faustus, Unit 3 neurosis or modernist hero or human heroism, appearances 4 times, low relevance. Next block 1 Dr. Faustus, Unit 2, Unit 3, Unit 4 Faustus as tragedy or tragic conflict, appearance 3 times, low relevance. Next is block 1 Dr. Faustus, Unit 4 Renaissance and Reformation context, appearance 2 times, low relevance. Next block 2 A Midsummer Night's Dream, Unit 2 Romantic Comedy or Conventions or Themes, appearance 6 times and medium relevance. Next block 2 A Midsummer Night's Dream, Unit 4 Gender Issues or Women, appearance 3 times, low relevance. Next block 2 A Midsummer Night's Dream, Unit 5 Mechanicals or Play Within the Play, appearance 2 times, low relevance. Next block 3 Hamlet, Unit 2 or Unit 4 Revenge Motive or Revenge Tragedy, appearance 4 times, low relevance. Again block 3 Hamlet, Unit 4 Soliloquies or Introspection, appearance 3 times, low relevance. Again block 3 Hamlet, Unit 4 Women or Ophelia or Gertrude, appearances 2 times, low relevance.
Next, coming to block 4, The Alchemist, Unit 2, Jacobean Society, appearance 3 times, low relevance. Again, block 4, The Alchemist, Unit 3, Structure or Classical Design, appearance 2 times, low relevance. Again, block 4, The Alchemist, Unit 2, Unit 5, Comedy of Character or Event or Johnsonian Comedy, appearances 2 times, low relevance. Next, coming to block 5, The Playboy of the Western World, Unit 4, Rebellion or Protagonist Development, appearance 2 times, low relevance. Block 5, The Playboy of the Western World, Unit 4, Unit 5, Comedy versus Tragedy or Farce, appearance 1 time, low relevance. Block 6, Pygmalion, Unit 2, Unit 3, Classic and Gender or Denounces Social Snobbery, appearance 5 times, medium relevance. Block 6, Pygmalion, Unit 2, Unit 3, Use of Myth or Gerichia Pygmalion, appearance 4 times, low relevance. Again, block 6, Pygmalion, Unit 2, Unit 3, Eliza Doolittle character, appearance 1 time, low relevance. Next, block 6, Pygmalion, Unit 4, Language or Style or Phonetics, 0 appearances, low relevance. Again, next is block 7, Murder in Cathedral, Unit 3, Unit 5, Role of the Chorus, 2, appearance 2 times, low relevance. Next, block 7, Murder in the Cathedral, Unit 3, Unit 4, Temptation or Fourth Temptation, 2 appearances, low relevance. Again, block 7, Murder in the Cathedral, Unit 2, Unit 4, Martyrdom or Theme of Martyrdom, appearance 2 times, low relevance. Next is block 8, Look Back in Anger, Unit 5, Angry Young Man or Class and Gender Conflict, appearance 3 times, low relevance. Block 8, Look Back in Anger, Unit 2, Unit 3, Jimmy and Allison or Relationship or Characters, appearance 2 times, low relevance. Again, block 8, Look Back in Anger, Unit 5, Title Significance, appearance 1 time, low relevance. Next is block 9, Waiting for Godot, Unit 1, Unit 4, Unit 5, Absurd Play or Existential Crisis or Human Condition, appearance 3 times, low relevance. Again, block 9, Waiting for Godot, Unit 3, Lucky Speech, appearance 3 times, low relevance. Block 9, Waiting for Godot, Unit 1, Unit 5, Structure or Conventions or Contribution to Theatre, appearance 2 times, low relevance. നമ്മൾ ഈ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു ബാർ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ നമുക്ക് ബ്ലോക്സിന്റെ നെയിംസ് കാണാം ആൻഡ് വൈ ആക്സിസിൽ ടോട്ടൽ അപ്പിയറൻസസും കാണാം. ഇതേ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയിലും റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്, അതായത് ലാസ്റ്റ് നടന്നിട്ടുള്ള മൾട്ടിപ്പിൾ സെഷൻസിൽ ജൂൺ ആൻഡ് ഡിസംബറിൽ നടന്നിട്ടുള്ള മൾട്ടിപ്പിൾ സെഷൻസിന്റെ ബേസിൽ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക് is Midsummer Night's Dream, romantic comedy convention or themes. Second one is Dr. Faustus. Midsummer Night's Dream 6 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പിയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ക്രിസ്ത്യൻ മൊറാലിറ്റി ഓർ ഫെയ്ത്ത് കോൺഫ്ലിക്റ്റ്, 5 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. തേർഡ് വൺ ഇസ് പിഗ്മാലിയൻ ക്ലാസ് ആൻഡ് ജെൻഡർ ഓർ ഡിനൗൺസ് സോഷ്യൽ സ്നോബറി, 5 times ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്. ദെൻ നമുക്കറിയാം ക്വസ്റ്റ്യൻ ടൈപ്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാൻ വേണ്ടി പറ്റുക. മെയിൻലി നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, MCQs ഒന്നും തന്നെ നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകില്ല. ഇനി വരുന്ന ഡിഫറെന്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഫോർമാറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പാസേജ് കമന്ററി കമ്പൽസറി ആണ്. അത് ക്രിട്ടിക്കലി കമന്റ് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ടാണ് വരിക ഇൻ അബൌട്ട് 150 words. ടോട്ടൽ 20 മാർക്സിനാണ് ചോദിക്കുക. എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡയലോഗ്സ് തന്നിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാണ് വേണ്ടത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ലോങ് എസ്സേ. ലോങ് എസ്സേക്കും 20 മാർക്സ് ആണ് ഉണ്ടാകുക. എനി 4 നമ്മൾ തന്നിരിക്കുന്ന ചോയ്സിൽ നിന്നും എനി 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അടുത്തത് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സിൽ വരുമ്പം റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 2 എന്ന് പറഞ്ഞിട്ടാണ് വരിക ഇൻ അബൌട്ട് 200 words. അതുപോലെ നമുക്ക് ചോയ്സ് ഫോർമാറ്റ് ഉണ്ട്. ചോയ്സ് ബേസ്ഡ് ഓർ ഫോർമാറ്റ്, അതായത് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചോയ്സ് ഉണ്ടാവും. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോങ് എസ്സേ 20 മാർക്സിനാണ് ചോദിക്കുക. 350 to 450 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് നമ്മൾ കുറച്ചും കൂടിയും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ക്വസ്റ്റ്യൻസ് വരുന്നത് ഡിസ്കസ്, എക്സാമിൻ അല്ലെങ്കിൽ ക്രിട്ടിക്കലി കോമെന്റ് ഓൺ
എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതണം. ലോങ് ആൻസർ ടൈപ്പിന് 350 to 450 വേർഡ്സിലാണ് എഴുതേണ്ടത്. 20 മാർക്സ് ആണ് ഉണ്ടാവുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാസേജ് കൊമെന്ററി ആയിരിക്കും. നമുക്കൊരു എക്സ്ട്രാക്ട് ബേസ്ഡ് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് തരും. ഏതിൽ നിന്നാണെന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഏത് ഡ്രാമയിൽ നിന്നാണ്, ആരാണ് അതിന്റെ സ്പീക്കർ, സിറ്റുവേഷൻ എന്താണ്, അവിടുത്തെ കീ ഇമേജസ് അല്ലെങ്കിൽ ഡിവൈസസ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ആ കീ തീമിലേക്ക് എത്താനുള്ള ഒരു ലിങ്ക് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു ഡയലോഗിൽ ഉണ്ടായിരിക്കും. നമ്മൾ അത് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. 150 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. 20 മാർക്സ് ആണ് ടോട്ടൽ. 4 into 5 20 മാർക്സ് ആണ് ആ പാസേജ് കോമെന്ററിയിൽ ടോട്ടൽ ക്വസ്റ്റ്യൻസിന് വരിക. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ്. ഷോർട്ട് നോട്ട്സ് ടിപ്പിക്കലി ഇങ്ങനെയാണ് വരിക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി വൺ അല്ലെങ്കിൽ എനി ടു എന്ന് പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ റൊമാൻറ്റിക് കോമഡി അല്ലെങ്കിൽ തിയേറ്റർ ഓഫ് എബ്സേർഡ്, ലക്കി സ്പീച്ച്, ഹാംലെറ്റ്, സോളിലോക്ക്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഷോർട്ട് നോട്ട്സ് ചോദിക്കാം. അബൌട്ട് 200 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. എനി ടു രണ്ടെണ്ണത്തിനെ കുറിച്ച് നമുക്ക് ഷോർട്ട് നോട്ട് എഴുതേണ്ടി വരും. ഈച്ച് ക്യാരി 10 മാർക്സ് ആൻഡ് ഇൻ ടോട്ടൽ 20 മാർക്സ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ വരിക. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എഴുതണം. എന്നാൽ നമ്മൾ ആ വേർഡ് കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. 200 വേർഡ്സിൽ ആൻസർ എഴുതണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓർ ഫോർമാറ്റ്, ചോയ്സ് ബേസ്ഡ് എസ്സേസ് ആയിരിക്കും ഉണ്ടാകുക. നമുക്ക് ഏതെങ്കിലും എസ്സേസ് നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് എസ്സേസ് ഓർ ആയിട്ട് ചോദിച്ചിരിക്കുകയും ക്വസ്റ്റ്യൻസ് നമ്മൾ അതൊന്ന് ചൂസ് ചെയ്യാണ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കമ്പൽസറി, അതായത് എക്സ്ട്രാക്ട് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അത് നമുക്ക് കമ്പൽസറി ആയിരിക്കും. ബാക്കി വരുന്നതിൽ നമുക്ക് ചോയ്സ് ബേസ്ഡ് ആയിരിക്കും. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ്. ലാസ്റ്റ് 5 സെഷനിലെ മാർക്സിന്റെ ബേസിസ് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ ബ്ലോക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആവറേജ് മാർക്സ് പെർ പേപ്പർ, ലാസ്റ്റ് കഴിഞ്ഞ 5 സെഷൻസിൽ ആവറേജ് മാർക്സ് പെർ പേപ്പർ ആൻഡ് ടോട്ടൽ പെർസെൻറ്റേജ് ഷെയറും കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് 6 പിഗ്മാലിയൻ 16.8%. ബ്ലോക്ക് 1 ഡോക്ടർ ഫോസ്റ്റേഴ്സ് 13.1, 13.1%. ബ്ലോക്ക് 4 ദ ആൽക്കമിസ്റ്റ് 12.7, 12.7%. ബ്ലോക്ക് 9 വെയിറ്റിംഗ് ഫോർ ഗോദോ 12.4, 12.4%. Block 2, A Midsummer Night's Dream 11.1, 11.1%. Block 8, Look Back in Anger 11, 11%. Block 3, Hamlet 9.9, 9.9%. Block 7, Murder in the Cathedral 9.7, 9.7%. Block 5, The Playboy of the Western World 3.2, 3.2%. പെർസെൻറ്റേജ് ഷെയർ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ബേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ജൂൺ 2023 തൊട്ട് ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിഗ്മാലിയൻ അപ്രോക്സിമേറ്റ്ലി 16.8%, ഡോക്ടർ ഫോസസ് 13.1%, ആൽക്കമിസ്റ്റ് 12.7%, വെയിറ്റിംഗ് ഫോർ ഗോദോ 12.4% വന്നിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി കുറവ് വന്നിരിക്കുന്നത് ദ പ്ലേബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡിൽ നിന്നാണ്, അപ്രോക്സിമേറ്റ്ലി 3.2%. ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ അത് നമ്മൾ വിഷ്വലൈസേഷൻ കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഒരു ചാർട്ടിൽ, ഒരു ഗ്രാഫിന്റെ ബേസിൽ ഒരു വിഷ്വലൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജൂൺ 2023 തൊട്ട് ജൂൺ 2025 വരെയുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെയുള്ളത് ഒരു ഗ്രാഫിന്റെ ബേസിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എസ്സേസ് നമ്മൾ നോർമലി പറഞ്ഞ പോലെ തന്നെ എസ്സേസ് അപ്രോക്സിമേറ്റ്ലി 81% ആണ് ലാസ്റ്റ് 5 സെഷൻസിലൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ആൻഡ് പാസേജ് കോമെന്ററി ഓൾമോസ്റ്റ് ഈ 5 സെഷൻസിലും നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ്, 13% തന്നെയാണ് വന്നിട്ടുള്ളത്. ഷോർട്ട് നോട്ട്സ് എഗെയിൻ റീഅപ്പിയർഡ് ഇൻ ജൂൺ 2025 വീണ്ടും ഷോർട്ട് നോട്ട്സ് കുറച്ചും കൂടി റൈസ് ചെയ്തിട്ട് ഒരു 14% എത്തിയിട്ടുണ്ട്. ഇനി ബ്ലോക്സിന്റെ ബേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ പിഗ്മാലിയൻ, ഫോസ്റ്റസ്, അതുപോലെ തന്നെ ആൽക്കമിസ്റ്റ് ആണ് ടുഗെദർ കൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന 42 to 43% ഓഫ് മാർക്സ് ഓൺ ആവറേജ്. പ്ലേബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് റിമെയിൻസ് ദ ലീസ്റ്റ് വെയ്റ്റഡ് ടെക്സ്റ്റ്. വളരെ കുറച്ച് മാത്രം ചോദിച്ചിട്ടുള്ളത് പ്ലേബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡിൽ നിന്നാണ്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ എ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. അതെല്ലാ തവണത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ സെക്ഷൻ എ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ടിപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം 3 മണിക്കൂറാണ് പരീക്ഷ, 100 മാർക്കിൻ്റെയാണ് പരീക്ഷ വരുന്നത്. കമ്പൽസറി ആയിട്ട് നമ്മൾ എഴുതേണ്ടതാണ് സെക്ഷൻ എ എന്ന് പറയുന്നത്. സോ 6 minutes പെർ എക്സ്ട്രാക്ട്, ഓരോ എക്സ്ട്രാക്ടിനും 6 minutes വെച്ചിട്ട് 24 minutes ടോട്ടൽ നമ്മൾ കൊടുക്കുക. അതുപോലെ 4 ലോങ് എസ്സേസ് ആണ് നമുക്ക് എഴുതേണ്ടത്. ഓരോന്നിനും 36 തൊട്ട് 37 minutes വരെ നമ്മൾ കൊടുക്കുക. ആൻഡ് ഇൻ ടോട്ടൽ 146 minutes നമ്മൾ 4 എസ്സേസിന് വേണ്ടി കരുതി വെക്കണം. അതുപോലെ തന്നെ ഇൻ കേസ് നമ്മൾ ഷോർട്ട് നോട്ട് ആണ് പ്രിഫർ ചെയ്യുന്നത്, നമുക്ക് 4 എസ്സേസ് ഉണ്ടായിരിക്കും. അതിൽ മേ ബി ഒരു എസ്സേക്ക് പകരം നമ്മളൊരു ഷോർട്ട് നോട്ട് ആണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ 22 തൊട്ട് 24 minutes വരെ
നമ്മളത് എഴുതാനായിട്ട് യൂസ് ചെയ്യുക. ആൻഡ് ഇതെല്ലാം എഴുതി കഴിഞ്ഞാലും ഒരു 10 മിനിറ്റ്സ് നമ്മളത് വായിച്ചു നോക്കാനും നമ്മുടെ ആൻസേഴ്സ് എഴുതിയതെല്ലാം ശരിയല്ലേ എന്ന് നോക്കാനും നമ്മൾ വെക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നമ്മുടെ എക്സാം ഹാളിൽ ടൈം മാനേജ് ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യം പ്ലേ ബൈ ഓഫ് ദ വെസ്റ്റേൺ വേൾഡിൽ നിന്ന് കോമഡി ഓർ ട്രാജഡി, ഫാർസ്, റിബലിയൻ ഓർ ബിൽഡിങ്സ് റോമൻ 5 തവണയാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ട്രാജഡി ഓർ ട്രാജിക് കോൺഫ്ലിക്ട് 4 തവണയാണ് ചോദിച്ചിരിക്കുന്നത്. വെയിറ്റിംഗ് ഫോർ ഗോഡ്, എബ്സർഡ് പ്ലേ ഓർ എക്സിസ്റ്റൻഷ്യൽ ഹ്യൂമൻ കണ്ടീഷൻ 4 തവണ ചോദിച്ചിട്ടുണ്ട്. എമിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം റൊമാൻറ്റിക് കോമഡി കൺവെൻഷൻ 3 തവണ ചോദിച്ചിട്ടുണ്ട്. എമിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീം ജെൻഡർ ഇഷ്യൂസ് ഓർ വിമൻ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് കോൺഫ്ലിക്ട് വിത്ത് ക്രിസ്ത്യൻ ഫെയ്ത്ത് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഹാംലെറ്റ് റിവെഞ്ച് ട്രാജഡി ഓർ റിവെഞ്ച് മോട്ടീവ് 3 തവണ ചോദിച്ചിട്ടുണ്ട്. ഹാംലെറ്റ് റോൾ ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സോളിലോക്കി 3 തവണ ചോദിച്ചിട്ടുണ്ട്. പിഗ്മാലിയൻ ഡിനൗൺസ് സോഷ്യൽ സ്നോബറി ആൻഡ് ക്ലാസ് ഡിസ്റ്റിങ്ഷൻ 3 തവണ ചോദിച്ചിട്ടുണ്ട്. ദ ആൽക്കമിസ്റ്റ് പ്രസന്റേഷൻ ഓഫ് ജാക്കോബിയൻ സൊസൈറ്റി 3 തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രിയോ പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ഇനി ഈ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ തന്നെ നമ്മൾ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്, ഏത് യൂണിറ്റിൽ നിന്നാണ്, എത്ര തവണ ചോദിച്ചിട്ടുണ്ട്, ആൻഡ് ആവറേജ് മാർക്സ് നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ടോപ്പ് 10 ക്വസ്റ്റ്യൻസ്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ദ പ്ലേ ബൈ ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്, കോമഡി ഓർ ട്രാജഡി, ഫാർസ്, റിബലിയൻ, ബിൽഡിങ്സ് റോമൻ. ബ്ലോക്ക് 5 ദ പ്ലേ ബൈ ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് 4, യൂണിറ്റ് 5 ടൈംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആവറേജ് മാർക്സ് 20. നെക്സ്റ്റ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ട്രാജഡി ഓർ ട്രാജിക് കോൺഫ്ലിക്ട് ബ്ലോക്ക് 1ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് യൂണിറ്റ് 2, യൂണിറ്റ് 3, അപ്പിയറൻസ് 4 ടൈം, ആവറേജ് മാർക്സ് 20. Next third question, waiting for Godot, absurd play or existential human condition, block 9, waiting for Godot, unit 1, unit 4, unit 5, appearances 4 times and average marks 20. Next question, A Midsummer Night's Dream, romantic comedy conventions, block 2, A Midsummer Night's Dream, unit 2, appearances 3 times and average marks 12.5. Next, A Midsummer Night's Dream, gender issue or women, block 2, A Midsummer Night's Dream, unit 4, appearances 3 times and average marks 20. Next, Dr. Foster's conflict with Christian faith, block 1, Dr. Foster's unit 4, 3 appearances, that is 3 times it appeared in question paper and 16.7 average marks. Next, Hamlet, revenge tragedy, revenge motive, block 3, Hamlet, unit 2, 3 appearances, average marks 20. Next, Hamlet, role or significance of soliloquies, block 3, Hamlet, unit 4, appearances 3 times, 16.7 average marks. Next is Pygmalion, denounces social snobbery and class distinction, block 6, Pygmalion, unit 2, unit 3, 3 appearances, average marks 20. Next, The Alchemist, presentation of Jacobean society, block 4, The Alchemist, unit 2, appearance 3 times and average marks 20. അപ്പം നമ്മൾ ആ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇനി നമ്മളിവിടെ എഴുതിയിരിക്കുന്നതും ആ പറഞ്ഞ ഇപ്പം ഞാൻ ഡിഫൈൻ ചെയ്ത അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത സെയിം കാര്യം തന്നെയാണ്. ഇനി ആ പറഞ്ഞ കാര്യത്തെ നമ്മളിവിടെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ടോപ്പ് 10 റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് 64% ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അതേഴ്സ് ആണ് 35.7%. ഇനി നമ്മളിത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, റിവിഷൻ ടൈമിൽ നമ്മൾ എങ്ങനെ പഠിക്കണം എന്ന് വെച്ചാൽ നമ്മളൊരു 3 to 4 പോയിന്റ്സ് നമ്മൾ ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ 2 ടെക്സ്റ്റൽ പ്രൂഫ്സ്, ടെക്സ്റ്റൽ എവിഡൻസസ് അല്ലെങ്കിൽ ടെക്സ്റ്റിൽ നിന്ന് എടുക്കുന്ന എക്സാമ്പിൾസ് ഒക്കെ എഴുതുക. പ്രാക്ടീസ് അറ്റ്ലീസ്റ്റ് ട്വൈസ്, 2 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് ട്വൈസ്. ആൻഡ് ദെൻ you have to make a outline of 5 minutes and write in 12 to 14 minutes 20 marks ഫോമാറ്റിൽ എഴുതി പഠിക്കുക. ആൻഡ് ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ സെൽഫ് ചെക്ക് ചെയ്യണം ഇൻ 2 minutes. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് രണ്ട് തരത്തിൽ ചോദിക്കാം.
ലോങ് എസ്സേ ആയിട്ടും ചോദിക്കാം, ഷോർട്ട് നോട്ട് ആയിട്ടും ചോദിക്കാം. അപ്പം നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് 2 തരത്തിലും ആൻസേഴ്സ് എഴുതി പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഫോർമാറ്റ് അനുസരിച്ച് നമ്മൾ അവിടെ ആൻസർ എഴുതുക. അതുപോലെ തന്നെ ബ്ലോക്ക് ആങ്കറിങ്. ഓരോ യൂണിറ്റ്, അപ്പോൾ യൂണിറ്റ് 2 തീംസ്, യൂണിറ്റ് 3 സ്ട്രക്ചർ, യൂണിറ്റ് 4 ലാംഗ്വേജ് സോളിലോക്കി. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആൻസേഴ്സ് എഴുതി ഓരോ യൂണിറ്റിനും വെച്ചിട്ട് നമ്മൾ ആൻസേഴ്സ് എഴുതി തന്നെ പഠിക്കണം. ഇനി പ്രോബബിലിറ്റി മാട്രിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക്, യൂണിറ്റ്, ടോപ്പിക്, അപ്പിയറൻസസ്, ടോട്ടൽ പേപ്പേഴ്സ്, പ്രോബബിലിറ്റി ആൻഡ് കാറ്റഗറി. അതായത് നമ്മൾ ഈ ലാസ്റ്റ് കഴിഞ്ഞ പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത്. പ്രോബബിലിറ്റി, സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ പ്രോബബിലിറ്റി പെർസെൻറ്റേജിൽ കാണാം. ആൻഡ് കാറ്റഗറി, അതനുസരിച്ച് നമ്മൾ ഹൈ ആണോ മീഡിയം ആണോ ലോ ആണോ എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പിയറൻസസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് ടോട്ടൽ 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ നോക്കുന്നത്. അപ്പം നമുക്ക് ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ബ്ലോക്ക് 5 ദ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് യൂണിറ്റ് 4 അല്ലെങ്കിൽ യൂണിറ്റ് 5 യൂണിറ്റിൽ ടോപ്പിക് കോമഡി വേഴ്സസ് ട്രാജഡി ഓർ ഫാൾസ് ഓർ ബിൽഡിംഗ്സ് റോമൻ ഓർ റിബെലിയൻ, 5 അപ്പിയറൻസസ്, ടോട്ടൽ 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 5 എണ്ണത്തിൽ വന്നിട്ടുണ്ട്. സോ പ്രോബബിലിറ്റി പെർസെൻറ്റേജ് 55.6, കാറ്റഗറി മീഡിയം. അതുപോലെ തന്നെ ബ്ലോക്ക് 1 ഡോക്ടർ ഫോസ്റ്റേഴ്സ് യൂണിറ്റ് 2 യൂണിറ്റ് 3, ഡോക്ടർ ഫോസ്റ്റേഴ്സ് ട്രാജഡി, ട്രാജിക് കോൺഫ്ലിക്റ്റ്, 4 അപ്പിയറൻസസ്, ടോട്ടൽ 9 പേപ്പേഴ്സിൽ 4 എണ്ണത്തിൽ വന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി പെർസെൻറ്റേജ് 44.4 ആൻഡ് മീഡിയം. നെക്സ്റ്റ് ബ്ലോക്ക് 3 ഹാംലെറ്റ് യൂണിറ്റ് 4 സോളിലോക്കി ഓർ ഇൻട്രോസ്പെക്ഷൻ, appearances 4, total papers 9, probability 44.4 and medium. Next block 1 Dr. Faustus unit 4 Fosters and the Christian morality tradition, 3 appearances, total 9 papers, probability 33.3 and category low. Next block 2 A Midsummer Night's Dream unit 4 Gender issues or women, 3 appearances, total 9 papers, 33.3% probability low. Block 2 A Midsummer Night's Dream Unit 2 Romantic Comedy Convention, 3 question papers, appearances in 3 question papers, total 9 question papers, probability percentage 33.3 low. Block 3 Hamlet Unit 2 Revenge Play or Motive, appearances 3, total question papers 9, 33.3% probability low. Block 4 The Alchemist Unit 2 Presentation of Jacobean Society, appearance 3, total question papers 9, percentage probability 33.3 low. Block 6 Pygmalion Unit 2 or Unit 3 denounces social snobbery and class distinction, appearances 3, total question papers 9, 33.3% probability low. Next block 9 Waiting for Godot Unit 1, Unit 4, Unit 5 Absurd Play or Existential Human Condition, total question papers 3, appearances 9, total appearances 3, total question papers 9, percentage probability 33.3 and low. Low category. Block 9 Waiting for Godot Unit 3 Lucky Speech, 3 question papers, appeared in 3 question papers. In total 9 question papers, only it appeared in 3 question papers. Then percentage probability is 33.3 low. Block 4 The Alchemist Unit 2 Johnsonian comedy or comedy of character and event, appearances 2, total question papers 9 and percentage probability 22.2 low category. Block 4 The Alchemist Unit 3 Structure or Classical Design, appearances 2, total question papers 9, percentage probability 22.2 low. Low category. Next block 7 The Murder in the Cathedral Unit 3 Unit 5 Role of Chorus, appearances 2, total question papers 9, percentage probability 22.2 and low. Next block 7 Murder in the Cathedral Unit 3 Unit 4 Temptation or Fourth Temptation, appearances 2, total question papers 9, 22.2% probability low category. Block 7 Murder in the Cathedral Unit 2 Unit 4 Theme of Martyrdom, appearances 2, total question papers 9, 22.2% probability low category. Block 8 Look Back in Anger Unit 3 Significance of the Title, 2 appearances, total 9 question papers, 22.2% probability low category. Block 2 A Midsummer Night's Dream Unit 5 Mechanicals or Play Within a Play, 1 appearance, total 9 question papers, 11.1% probability low. Block 6 Unit 2 Unit 4 Character of Eliza Doolittle, 1 appearance,
Total 9 question papers, 11.1% probability, low category. Block 8, look back in anger, Unit 2, Unit 3, Unit 5, class and gender conflict, or Jimmy Allison. Block appearances only one time. Total question papers 9, percentage probability 11.1 and low category. Next, block 9, waiting for Godo, Unit 1, Unit 5, unique aspects of structure or contribution. Appearances only one time. Total question papers 9, 11.1% probability, low category. സോ ഇതിൻ്റെ ബേസിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. ഹൈ പ്രോബബിലിറ്റി മീൻസ് പെർസെൻറ്റേജ് ഗ്രേറ്റർ ദാൻ 70, മീഡിയം മീൻസ് 40 to 69%, ലോ മീൻസ് ലെസ് ദാൻ 40%. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 5, Unit 4, 5, Playboy of the Western World, Comedy versus Tragedy or Farce or Buildings from a Rebellion, 55.6% മീഡിയത്തിലാണ് വരുന്നത്. അതുപോലെ ബ്ലോക്ക് 1, Unit 2, 3, Dr. Faust's Tragedy or Tragic Conflict, 44.4% മീഡിയത്തിലാണ് വരുന്നത്. ബ്ലോക്ക് 3, Unit 4, Hamlet, Soliloquies and Introspection, 44.4% മീഡിയത്തിലാണ് വരുന്നത്. ഇനി ഓരോന്നിന് ജസ്റ്റിഫിക്കേഷൻ പറയുകയാണെങ്കിൽ, Playboy of the Western World-ലെ കോമഡി ഓർ ട്രാജഡി, ഫാർസ്, ബിൽഡിംഗ്സ് ഫ്രോം ആൻഡ് റിബല്യൻ, ഇറ്റ് അപ്പിയർഡ് ഇൻ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ടോട്ടൽ 9-ൽ 5 എണ്ണത്തിലാണ് വന്നിരിക്കുന്നത്. ഹാംലെറ്റ്, സോളിലോക്വി, ഇൻട്രോസ്പെക്ഷൻ 4 out of 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ദെൻ ഡോക്ടർ ഫോഴ്സസ് ട്രാജഡി ഓർ ട്രാജിക് കോൺഫ്ലിക്റ്റ് 4 out of 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഹൈ പ്രയോറിറ്റി മീൻസ് ഗ്രേറ്റർ ദാൻ 70%-ൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. മീഡിയം പ്രയോറിറ്റിയിലാണ് 40 to 60% നമ്മൾ വന്നിരിക്കുന്നത്. പ്ലേബോയ്, ഹാംലെറ്റിൻ്റെ സോളിലോക്കി, അതുപോലെ തന്നെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഒക്കെ ഇതിൽ വരുന്നതാണ്. സോ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും ഒരു 1 A4 ഷീറ്റ് ആൻസർ സ്പൈൻ നമ്മൾ പെർ ടോപ്പിക്ക് നമ്മൾ തയ്യാറാക്കിയിട്ട് വേണം ഇത് പഠിക്കാനായിട്ട്. ദിസ് ഇസ് 3 + 3 ക്ലെയിംസ് + 2 കോഡ്സ്. അതായത് നമ്മൾ ആൻസർ എഴുതുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 കോഡ്സ് എങ്കിലും നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഓരോന്നിനും ആൻസേഴ്സ് കറക്റ്റായിട്ട് നമ്മൾ ആൻസർ എഴുതണം. ആൻസർ എഴുതി തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, ദെൻ ടീച്ച് ബാക്ക് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ടീച്ച് ബാക്ക് ടെക്നിക്ക് ഓരോന്നിനും നമ്മൾ ഒരു മിനി ക്ലാസ് എടുക്കുന്ന പോലെ തന്നെ ഓരോ ലെസൺസ് നമ്മൾ ടീച്ച് ബാക്ക് ചെയ്യുക. നമ്മൾ സ്വയം പഠിക്കുക, മറ്റുള്ള ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമ്മൾ സ്വയം പഠിക്കുക. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഫ്ലാഷ് കാർഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മീഡിയം ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. ലോ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിലെ റൊമാൻറ്റിക് കോമഡി കൺവെൻഷൻസ്, ജെൻഡർ ഇഷ്യൂസ്, പിഗ്മാലിയൻ്റെ ക്ലാസ് ഓർ സ്നോബറി, എലീസ ക്യാരക്ടർ, ലാംഗ്വേജ് ഫോണറ്റിക്സ്, ആൽക്കമിസ്റ്റിൻ്റെ ജക്കോബിയൻ സൊസൈറ്റി, സ്ട്രക്ചർ ഓർ ക്ലാസിക്കൽ ഡിസൈൻ, വെയിറ്റിംഗ് ഫോർ ഗോദ, അബ്സർഡ് ഓർ എക്സിസ്റ്റൻഷ്യൽ, ലക്കി സ്പീച്ച്, സ്ട്രക്ചർ ഓർ കോൺട്രിബ്യൂഷൻ, അതുപോലെ ലുക്ക് ബാക്ക് ഇൻ ആങ്കറിൻ്റെ ആംഗ്രി യങ് മാൻ, ക്ലാസ് ആൻഡ് ജെൻഡർ, ടൈറ്റിൽ സ്ട്രാറ്റജി, ഇതിനെല്ലാം നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ഇതേപോലെ തന്നെ ഒരു 1 പേജ് സമ്മറി നമ്മൾ വെക്കാം. അതുപോലെ തന്നെ സമ്മറി മാത്രമായിട്ട് നമ്മൾ എഴുതാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചും കൂടി ക്രിറ്റിക്കലായിട്ട് കൂടി എഴുതുക. ഓരോന്നും പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കുക. ഹൈ, മീഡിയം, ലോ അത് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ പഠിക്കുക. ഇനി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ, നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടോട്ടൽ ടൈം നമുക്കറിയാം 3 hours ആണ്. ആൻഡ് മാക്സിമം മാർക്സ് 100 ആണെന്ന് നമുക്കറിയാം. നമുക്ക് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് പാസേജ് കോമെൻട്രി കമ്പൽസറി ആണ്. 4 × 5 20, 4 നമ്മൾ കമ്പൽസറി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണം. 4 പാസേജുകൾ തന്നിട്ടുണ്ടായിരിക്കും. ഈ 4 പാസേജുകളും വായിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഏതിൽ നിന്നാണ്, ആര് പറഞ്ഞതാണ്, തീം എന്താണ്, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാൻ. 150 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഓരോന്നും 150 വേർഡ്സിൽ ആൻസർ എഴുതണം. ഈച്ച് ക്യാരി 5 marks ആൻഡ് ഇൻ ടോട്ടൽ 20 marks. ഇങ്ങനെയാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരിക. ABCDEF. ഇതിൽ നമ്മൾ 4 സെലക്ട് ചെയ്തിട്ട് എഴുതണം. അത് കഴിഞ്ഞ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് ചോയ്സ് ഉണ്ടാകും. ഇതുപോലെ തന്നെ ഓർ ഇട്ടിട്ടാണ് കൊടുക്കുന്നുണ്ടാവുക. 2, 3, 4, 5, 6, 7. ഇതിൽ നിന്നും 4 നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് 20 marks ആൻഡ് ഓരോ എസ്സേയും നമ്മൾ ചൂസ് ചെയ്ത് എഴുതുക. ഈ ഓർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 4 നമ്മൾ ചൂസ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിനും 20 marks ആണ് വരുന്നത്. സോ 80 marks ഈ സെക്ഷനിലും ഫസ്റ്റ് സെക്ഷനിന് 20 marksഉം അങ്ങനെ 100 marks ആണ് നമുക്ക് വരുന്നത്. ഒന്നെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എഴുതാം, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ തേർഡ് ക്വസ്റ്റ്യൻ എഴുതാം, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എഴുതാം, ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലും ഈ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം.
6th ക്വസ്റ്റ്യനിലും ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ 7th ക്വസ്റ്റ്യൻ ആണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റൈറ്റ് എ ഷോർട്ട് നോട്ട്. ഇതിൽ ഷോർട്ട് നോട്ടാണ് ഈ തന്നിരിക്കുന്ന ടോപ്പിക്സിലെ ഏതെങ്കിലും 2 ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഷോർട്ട് നോട്ടാണ് എഴുതേണ്ടത്. അപ്പം ഇങ്ങനെയാണ് 2 തൊട്ട് 7 വരെയുള്ള ക്വസ്റ്റ്യൻസിലെ 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഈച്ച് ക്യാരി 20 മാർക്സ്. സോ 4 into 20, 80. ആൻഡ് ദ ഫസ്റ്റ് സെക്ഷൻ ക്യാരി 20 മാർക്സ്. സോ ഇൻ ടോട്ടൽ 100 മാർക്സ്. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. സോ ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാം ആൻഡ് സ്റ്റഡി വെൽ. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.